താങ്ക് യു സോ മച്ച്. ഞാൻ രാവിലെ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിയേറ്റർ വിസിറ്റിൽ നടത്തിയാണ്. ഒരുപാട് സന്തോഷം. സിനിമയ്ക്ക് ഗംഭീര റെസ്പോൺസാണ് എല്ലായിടത്തും. ഞാനിപ്പോൾ തൃശ്ശൂർ രാഗത്തിലാണ്. ഗംഭീര ഫീഡ്ബാക്ക്, ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ രാവിലെ തന്നെ എല്ലാം പറഞ്ഞു. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ഷൻ സിനിമകൾ ഇങ്ങനെ പ്രേക്ഷകർ, അതും നമുക്കറിയാം ഇത് ഭയങ്കര വയലൻ്റായ സിനിമയാണ്. ബട്ട് ഐ തിങ്ക് കറക്റ്റ്ലി അത് ഇൻഫോം ചെയ്തു. ആൻഡ് എല്ലാവർക്കും യൂത്തിനും ഇപ്പം എനിക്കൊന്ന് ഫാമിലീസ് ഓഡിയൻസിനും കയറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ഒരു പക്ക ഫാമിലിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു നായകൻ്റെ കഥയാണ്. സോ ഒരുപാട് സന്തോഷം. ബാക്കി ഷെരീഫ് പറയും. ഷെരീഫിൻ്റെ ഫസ്റ്റ് കൊടുത്തൽ തന്നെ ഉണ്ണിമൂന്ന് എന്നൊരു ആക്ടറിൻ്റെ ഒരു വിജയം ആക്സെപ്റ്റ് അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവർ പല രീതിയിലുള്ള കമൻറ്റും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള റിവ്യൂ ഒക്കെ ഇപ്പം ഒരു പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മണിക്കൂറായി. അപ്പോൾ അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയ ത്രൂ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇല്ല, ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സിനിമ കാണണം. അഭിപ്രായങ്ങൾ എല്ലാവരും പറയട്ടെ. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഞാനിങ്ങനെ ഇമോഷണലി സംസാരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക, ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സിനിമകൾ ചെയ്യുക. അതിനുവേണ്ടി എൻ്റെ കൂടെ എൻ്റെ ബ്രദർ ഷെരീഫുണ്ട്, ആൻസനുണ്ട്, ഹനീഫ്, ഈ പടത്തിൻ്റെ എഡിറ്റർ ഷമീറൊക്കെ ഞാൻ 13-14 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇന്നൊരു സിനിമ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗംഭീര ഫീഡ്ബാക്കാണ്. ഞാൻ ആക്ച്വലി ഇത്രയും വിചാരിച്ചില്ല. ഒരു ആക്ഷൻ പടം, നല്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഷെരീഫ് ക്യൂബ്സ്. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് കോൺഫിഡൻസും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ രവി മസൂർ സാറാണ് ഈ പടത്തിലെ മ്യൂസിക് ചെയ്തേക്കുന്നത്. അത് ഡിഫിക്കൽട്ടാണ് ഇവരെ കൊണ്ടുവരാൻ. അപ്പോൾ KGF ഒക്കെ ചെയ്ത് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ ഭയങ്കര പാടാണ്. പക്ഷേ ഒരുപാട് സന്തോഷം ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും, ഈ സിനിമയെ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ബിക്കോസ് ഞാൻ പണ്ടും പറഞ്ഞില്ല, എനിക്കങ്ങനെ ഭയങ്കര ഒരു ഇതൊന്നുമില്ല. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഇപ്പോൾ പിള്ളേരൊക്കെ കൈയടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു. ബിക്കോസ് മാളികപ്പുറം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് അനൗൺസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു 2.5 വർഷം 3 വർഷത്തെ ഒരു വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തു നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്തു. ഒരു ടീസറും കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമാണ് നമ്മൾ പുറത്തു വിട്ടത്. പക്ഷേ ഹൈ ക്വാളിറ്റി കോണ്ടൻറ്റ് നമുക്ക് മലയാളത്തിൽ നിന്ന് ഈ അന്യഭാഷ സിനിമകൾ കണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും റിവ്യൂസൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമുക്കും അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ അവിടെ എല്ലാം മിടുക്കന്മാരായ ടെക്നീഷ്യൻസ് ഉണ്ട്, നല്ല ആക്ടേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഒരു മലയാളം സിനിമയാണത്. ദാറ്റ് ഈസ് ഐ തിങ്ക് ഇതിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത കബീറും യുക്തി മാത്രമാണ് പുറമേ നിന്ന് വന്ന ആക്ടേഴ്സ്. ബാക്കി എല്ലാവരും നമ്മുടെ കേരളത്തിലെ മലയാളി നിങ്ങളെ പോലെയൊക്കെയുള്ളൊരു ടെക്നീഷ്യൻസും എല്ലാവരൊക്കെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്നത്. സോ ഒരുപാട് സന്തോഷം. ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റി തന്ന ഓഡിയൻസിനും എല്ലാവരും താങ്ക് യു. ഇറങ്ങിയിട്ടില്ല, ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. കില്ലിനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ടാണ് ആൾക്കാർ എന്നെ പറയണത്. കില്ലെന്ന സിനിമയെക്കാളും കൂടുതലായിട്ട് വയലൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഓഡിയൻസിന് ഇങ്ങനെ തോന്നിക്കാണും. ആൻഡ് ഉള്ളത് കൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ഞാൻ വേറെ സിനിമയെ കമ്പയർ ചെയ്യുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ കില്ല് മാത്രമല്ല, ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ട ആക്ഷൻ സിനിമകളും എനിക്ക് ആക്ഷൻ ഹീറോസിന് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ തന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് നോൺ സ്റ്റോപ്പ് കട്ടില്ലാത്ത ഡ്യൂപ്പില്ലാത്ത ഫൈറ്റ്സ് ഒക്കെ നമുക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിപ്പോവും. പക്ഷേ കലൈ കിങ്സൺ, ഹനീഫ്, എൻ്റെ ADs അവരെല്ലാവരും ഇതിൽ വർക്ക് ചെയ്ത ഈവൻ VFX CG വർക്ക് ചെയ്ത ഇപ്പോൾ ഇൻട്രോ ഷോട്ടും ടെക്നിക്കലി ഓൺ സ്പോട്ട് സിനിമയാണ്. നമ്മുടെ ഈ സിനിമ നിങ്ങൾ ഇന്ത്യയിൽ സിനിമയിൽ തന്നെ വേറെ ഏത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ലെവലിലുള്ള സിനിമയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് സന്തോഷവും അഹങ്കാരം എനിക്കുണ്ട്. അതർവൈസ് വേറെ ഒന്നുമില്ല. ബിക്കോസ് നമ്മളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ മലയാളത്തിൽ നിന്നൊരു XYZ സിനിമ എന്താ വരാൻ പറ്റുമോ. നമ്മൾ പൈസ ഇറക്കിയിട്ടുണ്ട്, ക്വാളിറ്റിയും തന്നിട്ടുണ്ട്, ആൻഡ് എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. എന്നെ തന്നെ വെച്ച് തിയേറ്ററിൽ കുറച്ച് വിസിലടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു ആ ബെഞ്ച് മാർക്ക് അല്ല, ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസാണ്. എനിക്കും ഒരുപാട് വർഷം, ഞാൻ 5-6 വർഷമായി ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ അഗൈൻ നിങ്ങൾ പറഞ്ഞ പോലെ ഉപയോഗിച്ച വാക്ക് ഞാൻ പറയാം, ഒരു ബെഞ്ച് മാർക്ക് സിനിമ തന്നെ ആയിരിക്കണം. ഇവിടുന്ന് ഇനി ആക്ഷൻ സിനിമകൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി മാർക്കോയേക്കാൾ മികച്ച ആക്ഷൻ സിനിമകൾ വരട്ടെ. ബിക്കോസ് ദി ഓഡിയൻസ് ഡിസേർവ് ഇറ്റ്.
താങ്ക് യു സോ മച്ച്. മലയാളത്തിൽ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഈ സിനിമയോട് കൂടെ ജനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാൻ? പണ്ട് മല്ലു സിംഗ് വന്നപ്പോൾ ഉണ്ണി ജനിച്ചു എന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടെ, ഇങ്ങനെ ഇത്രയും വയലൻസ് ആയിട്ടുള്ള സിനിമ എടുക്കുക എന്ന് പറയുന്ന കുറച്ച് റിസ്ക് ഇതിനകത്തുണ്ട്. കാരണം ഫാമിലി ഓഡിയൻസ് ഒക്കെ അങ്ങനെ റിസ്ക് എടുക്കാൻ ഉണ്ടായ ഒരു പ്രചോദനമല്ലേ അത് ഷെരീഫ് അല്ല, എൻ്റെ കോൺഫിഡൻസ് ഉണ്ണിയായിരുന്നു. ആക്ച്വലി ഞാൻ പറയുന്നത് ശരിയല്ല, ഉണ്ണി പറയുന്നത്. പക്ഷെ ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വളരെ സന്തോഷമായ കാര്യം.